കാറ്ററിംഗ് സർവീസുകാർ ഫുഡെല്ലാം റെഡിയാക്കിയിരുന്നു. വിളമ്പുന്നതും അവർ തന്നെയാണ്. വെജും നോൺ വെജും എല്ലാം ഉണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. ആദിയും പാറുവും ഒന്നിച്ചാണ് ഇരുന്നത്. ആകാശ് ഇരുത്തി എന്ന് പറയുന്നതാവും ശരി. പാറുവിന് ആകാശാണ് വിളമ്പിയത്. അതും മന്തി, 2 വലിയ കഷ്ണം ചിക്കനും. അതുകണ്ട് പാറു അമ്പരന്നു. എനിക്ക് ഇത്രയൊന്നും വേണ്ട, ഞാൻ ഇത്രയും കഴിക്കാറില്ല, പാറു പറഞ്ഞു. അത് കാണാനും ഉണ്ട്, മെലിഞ്ഞു കഴുത്തും നീണ്ട്, ആകാശ് കളിയാക്കി. പാറു മുഖം വീർപ്പിച്ചു. അതെ പെങ്ങളെ, ഇനി കുറച്ച് തടിക്കണം. ഇവനെ സഹിക്കേണ്ടതല്ലേ. നിന്നെ തടിപ്പിക്കുന്ന കാര്യം ഞാനേറ്റു, ആകാശ് പറഞ്ഞു. ആദി അവനെ തുറിച്ചു നോക്കി. എന്നെ പേടിപ്പിച്ചാൽ ഇവളെ നിനക്ക് കെട്ടിച്ചു തരില്ല, ആകാശ് പറഞ്ഞു. ആദി മിണ്ടാതെ കഴിക്കാൻ തുടങ്ങി. അവനോട് സംസാരിക്കാൻ നിന്നാൽ ശരിയാവില്ല. പാറു നിവൃത്തിയില്ലാതെ കഴിക്കാൻ തുടങ്ങി. ആകാശിൻ്റെ മുന്നിൽ വെച്ച് എങ്ങനെയൊക്കെയോ അവൾ കഴിച്ചു തീർത്തു. ആദി കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നേരമായി. പാറുവിനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു അവൻ. രണ്ടുപേരും എഴുന്നേറ്റ് കൈ കഴുകി. മൂർത്തിയുടെ മേൽനോട്ടത്തിൽ എല്ലാം മംഗളമായി നടന്നു. ഫോട്ടോഗ്രാഫർ പോകാൻ നേരം ആകാശ് എറണാകുളത്തെ അഡ്രസ് കൊടുത്തു. ആൽബം അങ്ങോട്ട് കൊറിയർ അയക്കാൻ പറഞ്ഞു. 2 മണിയോടെ പാറുവിൻ്റെ ഫ്രണ്ട്സും പോയി. അവർക്ക് ആദ്യം നന്നായി തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. ആകാശ് വേസ്റ്റൊക്കെ കുഴിയിലോട്ട് മൂടി. പാറു പോയി ഡ്രസ്സ് മാറ്റി വന്നു. മുടിയിൽ ചൂടിയ മുല്ലപ്പൂവ് കുറച്ച് പാടുപെട്ട് പാറു അഴിച്ചെടുത്തു. ആദ്യം ഡ്രസ്സ് മാറി വന്നു. എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയത്തു മൂർത്തി ചോദിച്ചു, എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നാളെ നമുക്ക് വിട്ടാലോ? പാറുവും ആദിയും സമ്മതിച്ചു. ആകാശിന് പക്ഷേ ഇവിടെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അന്ന് തന്നെ പാറുവും ആകാശും പോയി രാമുവിനെ കണ്ട് വീടും പറമ്പും നോക്കാനും ആളെ കിട്ടിയാൽ വാടകയ്ക്ക് കൊടുക്കാനും പറഞ്ഞേൽപ്പിച്ചു. എല്ലാ കാര്യങ്ങളും പറഞ്ഞേൽപ്പിച്ച ശേഷം നാളെ രാവിലെ താക്കോൽ വാങ്ങാൻ അങ്ങോട്ട് വരണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചിട്ട് അവർ തിരിച്ചുപോയി. അനന്തമൂർത്തി ഡ്രൈവറോട് നാളെ രാവിലെ എത്തണമെന്ന് പറഞ്ഞേൽപ്പിച്ചു. 4 ദിവസം ഒഴിവായത് കൊണ്ട് തന്നെ അയാൾ വീട്ടിൽ പോയിരുന്നു. അയാൾ രാവിലെ തന്നെ എത്തിച്ചേരാമെന്ന് സമ്മതിച്ചു. മൂർത്തി പാറുവിനോട് പറഞ്ഞു, ഇനി നമ്മൾ ഇങ്ങോട്ട് വരില്ല. എന്തെങ്കിലും കൊണ്ടുപോവാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ എടുത്തു വയ്ക്കണം. പിന്നെ മറന്നുപോയിന്ന് പറയരുത്, ഓക്കെ? മറ്റന്നാൾ മുതൽ ഓഫീസിൽ വരണം. പാറു തലയാട്ടി സമ്മതിച്ചു. പിന്നെ അവൾ ഡ്രസ്സ് വാഷ് ചെയ്യാൻ പോയി. കുറേ ഉണ്ടായിരുന്നു വാഷ് ചെയ്യാൻ. യമുനയും സഹായിച്ചു. അത് കണ്ടാണ് ആകാശ് വരുന്നത്. പെങ്ങളെ, ഞാൻ സഹായിക്കണോ? അവൻ ചോദിച്ചു. വേണ്ട, ഇത് കുറച്ചേ ഉള്ളൂ, പെട്ടെന്ന് തീരും. അതുമല്ല, ഇത് ഞങ്ങളുടെ ജോലിയല്ലേ? പാറു ചോദിച്ചു. ഞങ്ങളുടെ ജോലി നിങ്ങളുടെ ജോലി എന്നൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാം, അവൻ പറഞ്ഞു. എല്ലാവരുടെയും ഡ്രസ്സും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയ കെട്ടാനും വെള്ളം പിടിച്ച് കൊടുക്കാനും ഒക്കെ ആകാശും സഹായിച്ചു. അതുകഴിഞ്ഞ് പാറു അടുക്കളമുറ്റത്തുള്ള പച്ചക്കറികളൊക്കെ ഒഴിവാക്കി വിത്തുകൾ ഒക്കെ എടുത്തു വച്ചു. അതുകണ്ട് ആകാശും ആദ്യം സഹായിച്ചു. കോവൽ വള്ളിയുടെ മൂത്ത കഷ്ണങ്ങൾ മുറിച്ചു വെച്ചു. കുറച്ചു വേരുള്ള കുരുമുളക് വള്ളിയും എടുത്തു വെച്ചു. കപ്പയും മധുരക്കിഴങ്ങും കാച്ചിലും ഒക്കെ കിളച്ചു ചാക്കിൽ നിറച്ചു വെച്ചു. ആദ്യം വാങ്ങി വെച്ചിരുന്ന കുറച്ച് ജൈവവളം പാറു തെങ്ങിൻ ചുവട്ടിൽ കൊണ്ടിട്ടു. ആദി ചെടികൾക്കൊക്കെ നനച്ചു കൊടുത്തു. അതു കണ്ട് പാറുവിന് സങ്കടം വരുന്നുണ്ടായിരുന്നു. വില കൊടുത്തു വാങ്ങിയതും അല്ലാതെയും ശേഖരിച്ച ചെടികളായിരുന്നു അവ. അതു കഴിഞ്ഞ് പാറു കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് ആഭരണങ്ങളും എടുത്തു വെച്ചു. ഇരിപ്പുമുറിയിലെ അച്ഛൻ്റെയും അമ്മയുടെയും തൻ്റേതും ആയ എല്ലാ ഫോട്ടോസും എടുത്തു വെച്ചു. ഇനി നനച്ചിട്ട ഡ്രസ്സ് നാളെ എടുത്തു വയ്ക്കാം. പിന്നെ പാറുവും ആകാശം സ്റ്റോർ റൂമിലേക്ക് കടന്നു. ആദ്യം തന്നെ കൈതച്ചക്കകളൊക്കെ ഒരു പ്ലാസ്റ്റിക് ചാക്കിൽ നിറച്ചു. വാഴക്കുലകളിൽ 2 എണ്ണം രാമുവിനെ വിളിച്ചു കൊടുത്തു വിട്ടു. ബാക്കിയൊക്കെ കൊണ്ടുപോകാൻ എടുത്തു വെച്ചു. മൂർത്തി മുറ്റത്തൂടെയും പറമ്പിലൂടെയും വെറുതെ നടന്നു. യമുനയുമുണ്ട് കൂടെ. മോള് ഇവിടെ വിട്ടു നമ്മുടെ കൂടെ വരുമോ? വന്നാൽ തന്നെ അവൾക്ക് സന്തോഷമുണ്ടാവുമോ? അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഇവിടെ ആണല്ലോ. മാത്രമല്ല കൃഷികളും പലതരം ചെടികളും മരങ്ങളും. ഇതൊക്കെ വിട്ട് അവൾ വരുമോ? എനിക്ക് തോന്നുന്നില്ല, യമുന നിരാശയോടെ പറഞ്ഞു. ഇതേപോലെ ഒരു അന്തരീക്ഷം അവിടെയും സെറ്റ് ചെയ്യണം. എല്ലാറ്റിനും വഴിയുണ്ടാക്കാം, മൂർത്തി ആലോചനയോടെ പറഞ്ഞു. പിന്നെ എല്ലാം മരങ്ങളുടെയും തൈകൾ പറിച്ചു തൻ്റെ കാറിൽ വെച്ചു.
കൈതയുടെയും ചെറിയ വാഴക്കന്നുകളും പിരിച്ചു വച്ചു. അന്നു രാത്രി ഫുഡ് കഴിച്ചു കഴിഞ്ഞ ശേഷം പാറു അച്ഛൻ്റെയും അമ്മയുടെയും അരികിലേക്ക് പോയി. ഈ സമയം അത്രയും ആകാശ് അവളെ തിരഞ്ഞു നടക്കുകയായിരുന്നു. അവസാനം തെക്കേ മുറ്റത്ത് വന്നപ്പോൾ അസ്ഥിത്തറയ്ക്കരികിൽ പാറുവിനെ കണ്ടു. അവനും അങ്ങോട്ട് നടന്നു. പാറുവിൻ്റെ കണ്ണിൽ നിന്ന് അപ്പോഴും കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു. ആകാശ് ഒന്നും മിണ്ടാതെ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞു അവൻ പറഞ്ഞു, നിനക്ക് എപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയാലും ഞാൻ കൊണ്ടുവരും, എൻ്റെ വാക്ക്. അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പിന്നെ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. അവളെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു. പിറ്റേന്ന് രാവിലെ എല്ലാവരും തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഡ്രസ്സുകൾ അടങ്ങിയ ബാഗുകളൊക്കെ കാറിൻ്റെ ഡിക്കിയിൽ എടുത്തു വച്ചു. ഡ്രൈവർ എത്തിച്ചേർന്നിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഒരു ലോറി ഗേറ്റ് കടന്നു വന്നു. പാറുവിനൊന്നും മനസ്സിലായില്ല. മൂർത്തി എടുത്തു വച്ച തൈകൾ ലോറിയിലേക്ക് മാറ്റി. ആകാശും ആദ്യം ചെടിച്ചട്ടികളൊക്കെ കയറ്റുന്നുണ്ടായിരുന്നു. തലേന്ന് എടുത്തു വച്ച സകല സാധനങ്ങളും ലോറിയിൽ കയറ്റി. പാറു കുറച്ച് തുളസിയുടെയും പനിക്കൂർക്കയുടെയും തൈകൾ എടുത്തു വച്ചു. പാറു വീട് പൂട്ടി താക്കോൽ രാമുവിനെ ഏൽപ്പിച്ചു. വണ്ടികൾ ഗേറ്റ് കടന്നുപോയി. പോകുന്ന വഴിയിൽ കാർ നിർത്തി ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് ഒരു കാർ തങ്ങളെ പിന്തുടരുന്നത്. അവൾ അത് യമുനയ്ക്ക് കാണിച്ചു കൊടുത്തു. യമുന അവളുടെ കൈ പിടിച്ചു. പേടിക്കേണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ, നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, വീട്ടിലെത്തട്ടെ. അവൾ മൂളി. 1 മണി കഴിഞ്ഞപ്പോഴേക്കും അവർ പാറു താമസിക്കുന്ന വീട്ടിലെത്തി. പിന്നാലെ ആദിയുടെ കാറും അതിന് പിന്നാലെ ലോറിയും. അപ്പോഴേക്കും പാറു വാതിൽ തുറന്ന് അകത്ത് കയറി. ജനാലകളൊക്കെ തുറന്നിട്ടു. പിന്നെ ചായ ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യം ആകാശം 2 ഡ്രൈവർമാരും ലോറിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങിയിരുന്നു. പാറു എല്ലാവർക്കും ചായ കൊടുത്തു. പിന്നെ ഡിക്കിയിൽ നിന്ന് ഡ്രസ്സും ആഭരണങ്ങളും അടങ്ങിയ ബാഗ് എടുത്തു. അലമാരയിൽ വെച്ച് പൂട്ടി. മൂർത്തിയും യമുനയും തിരിച്ചുപോയി. അപ്പോൾ തന്നെ ആദി ആകാശിനെ മറ്റൊരു സൈറ്റിലേക്ക് പറഞ്ഞു വിട്ടു. ആദി അതേ കോമ്പൗണ്ടിലുള്ള പുതിയ വീടിൻ്റെ പണി നടക്കുന്നിടത്തേക്ക് പോയി. എല്ലാം ഒന്ന് നോക്കി. 2 ദിവസമായി പണി നിർത്തിവച്ചിരിക്കുകയാണ്. നാളെ മുതൽ പണി തുടങ്ങണം. ആദി വേഗം തിരിച്ചു വന്നു. ഹാളിലേക്ക് കയറിയെങ്കിലും പാറുവിനെ അവിടെയൊന്നും കണ്ടില്ല. പാറു അകത്തായിരുന്നു. ഒഴിഞ്ഞു കിടക്കുന്ന റൂമിലേക്ക് വാഴക്കുലകളും വെളിച്ചെണ്ണയ്ക്കാനും മറ്റു സാധനങ്ങളും എടുത്തു വെച്ചു. ആദ്യം സഹായിച്ചു. പിന്നെ അവർ ചെടിച്ചട്ടികൾ സെറ്റ് ചെയ്തു. അതിനുശേഷം തൈകൾ ഒക്കെ കുഴിച്ചിട്ടു. പാറു ബക്കറ്റിൽ വെള്ളം നിറച്ച് എല്ലാം നനച്ചു കൊടുത്തു. അത് കണ്ടു ആദി ചോദിച്ചു, ഇതൊക്കെ പിന്നെ ചെയ്യാം, എനിക്ക് പോകാൻ ടൈമാകുന്നു. ഇവിടേക്ക് എന്തെങ്കിലും വേണോ, പച്ചക്കറിയോ മറ്റോ? വേണ്ട, എല്ലാം ഇവിടെ ഉണ്ട്. അവിടെ ബാക്കിയുള്ള എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നു, പാറു പറഞ്ഞു. അവൾ വരുമ്പോൾ ഇട്ട ഡ്രസ്സ് മാറ്റിയിരുന്നില്ല. ആദ്യം അവളോട് കൈ കഴുകാൻ പറഞ്ഞു. അവൾ മനസ്സിലാക്കാതെ അവനെ നോക്കി. വേഗം കൈ കഴുകി വീട് പൂട്ടി വാ, ഒരു സ്ഥലം വരെ പോകണം. അവൾ അതുപോലെ ചെയ്തു. അവൻ അവളെയും കൂട്ടി കാറിൽ ചെന്ന് കയറി. നീ എന്ന് മുതൽ ഓഫീസിൽ പോകുന്നേ? നാളെ മുതൽ, അവൾ പറഞ്ഞു. നിനക്ക് ഡ്രൈവിംഗ് അറിയോ? അവൻ ചോദിച്ചു. 2 വീലർ അറിയാം, 4 വീലർ കുറച്ച് പഠിച്ചു, പിന്നെ അച്ഛന് വയ്യാതായപ്പോൾ നിർത്തി, അവൾ പറഞ്ഞു. അവൻ ആലോചനയോടെ മൂളി. ആദ്യം അവളെയും കൂട്ടി വെഹിക്കിൾ ഷോറൂമിലേക്കാണ് പോയത്. അവൾക്ക് വേണ്ടി 2 വീലർ എടുക്കാൻ. ആദിയെ കണ്ടു. അവിടുത്തെ മാനേജർ ബഹുമാനത്തോടെ എഴുന്നേറ്റ് വന്നു. സർ ഇവിടെ. അത് കേട്ടു ആദി നെറ്റിച്ചുളിച്ചു. അത് മനസ്സിലാക്കിയ അയാൾ പറഞ്ഞു. സാറിനെ എനിക്കറിയാം, ആദിത്യ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ CEO അല്ലേ? ആദി ഗൗരവത്തോടെ മൂളി. എന്നിട്ട് പറഞ്ഞു, ഇവൾക്ക് ഒരു 2 വീലർ വേണം, ആക്റ്റീവ. പാറു പകച്ചു നിൽക്കുകയായിരുന്നു. മാനേജർ അവരെ കൂട്ടിപ്പോയി ഹോണ്ട ആക്റ്റീവ കാണിച്ചു കൊടുത്തു. ഇഷ്ടപ്പെട്ട മോഡലും കളറും നോക്കിയെടുത്തു. ആദി പറഞ്ഞു. പാറുവിന് എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കുറേ കാശാവില്ലേ, അവൾ ചിന്തിച്ചു. ഇതാരാ സർ, പെങ്ങളാണോ? വെരി ക്യൂട്ട്, മാനേജർ ചോദിച്ചു. അവർ അവിടെ എത്തിയപ്പോൾ മുതൽ അയാൾ പാറുവിനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. നോ, ഷീസ് മൈ ഫിയാൻസി. ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു. ആദി മാനേജരെ കൂർപ്പിച്ചു നോക്കി. ഓ സോറി സർ, അയാൾ നഷ്ടബോധത്തോടെ പറഞ്ഞു. വേഗം നോക്ക്, ആദി പറഞ്ഞു. അല്ല, അത് പിന്നെ കാശ് എത്ര ആകുമെന്ന്
അവൾ തപ്പിത്തടഞ്ഞു. നിന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഇല്ലേ? നിന്റെ കയ്യിലും അക്കൗണ്ടിലും നീ ആകാശിനോട് പറയുന്നത് ഞാൻ കേട്ടിരുന്നു, ആദി പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇനിയും നേരം വൈകുമെന്ന് അവൻ അറിയാമായിരുന്നു. മാനേജറുടെ നോട്ടം ഇപ്പോഴും അവളുടെ മുഖത്താണ്. അവൻ ദേഷ്യം കടിച്ചു പിടിച്ചു നിന്നു. അവളുടെ മുന്നിൽ വെച്ച് ഒരു സീൻ ഉണ്ടാവരുത്. പാറുവിന് സമാധാനമായി. അവൾ ആദ്യം മോഡൽ നോക്കി. റെഡ് വൈൻ കളർ ആണ് അവൾക്ക് ഇഷ്ടപ്പെട്ടത്. ആദി അത് ബുക്ക് ചെയ്തു. എന്ന് കിട്ടും? അവൻ ചോദിച്ചു. 2 ദിവസം കഴിയും സാർ, അയാൾ പറഞ്ഞു. വേഗം ശരിയാക്കണം. ഓക്കെ സാർ. ഹെൽമറ്റ് കളർ കൂടി ഒന്ന് നോക്കിയാൽ. സെയിം കളർ മതി, ആദി പറഞ്ഞു. വേഗം തന്നെ അവർ അവിടെ നിന്നിറങ്ങി. അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത്. ക്യാഷ് കൊടുത്തില്ലല്ലോ. അതൊക്കെ കൊടുത്തു, ആദി പറഞ്ഞു. എന്നിട്ട് സീലടിച്ച ബില്ല് കാണിച്ചു കൊടുത്തു. പാറു അത് വാങ്ങി നോക്കി. ഹോണ്ട ആക്റ്റീവ 7G 110cc, വില 1,00,000-അടുത്ത്. അവൾ പകച്ചു ആദിയെ നോക്കി. ആദി അവളെ ഒന്ന് നോക്കിയതിനു ശേഷം കാറിൽ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടു. പാറുവും കാറിൽ കയറി സീറ്റ് ബെൽറ്റ് ഇട്ടു. നീ ഇപ്പോഴും എന്നെ അന്യനായിട്ടാണോ കാണുന്നത്? അവൻ ചോദിച്ചു. അങ്ങനെയല്ല, പക്ഷേ ഇത്രയും കാശ് എനിക്ക് കാശ് ചെലവാക്കാൻ ആരുമില്ലായിരുന്നു ഇതുവരെ. ഇനി നീയില്ലേ? പിന്നെ നാളെ അവിടെ പ്ലംബിംഗ് നടക്കും. എല്ലാം ഞാൻ ഏൽപ്പിച്ചു. നിനക്ക് ചെടികൾ നനയ്ക്കാനും കൃഷികൾ നനയ്ക്കാനും ഒക്കെ സൗകര്യമാകും. നിനക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ രാവിലെ പ്ലംബറോട് പറഞ്ഞാൽ മതി, ആദി പറഞ്ഞു. അവൾ സന്തോഷത്തോടെ മൂളി. ഇന്ന് ബക്കറ്റിൽ വെള്ളം എടുത്ത് നനയ്ക്കുമ്പോൾ അവൾ വിചാരിച്ചിരുന്നു ഇങ്ങനെ ചെയ്യണമെന്ന്. ഓഫീസ് ജോലിയും വീട്ടുജോലിയും അതിൻ്റെ ഇടയിൽ കൃഷിയും നനയ്ക്കലും എല്ലാം കൂടി തന്നെക്കൊണ്ട് കഴിയില്ല. ആദി കാർ നിർത്തിയപ്പോൾ ആണ് അവൾ സ്ഥലം നോക്കിയത്. വളം ഡിപ്പോ. ആദി കാർ ഒതുക്കി ഇറങ്ങി. പിന്നാലെ പാറുവും. ആദ്യം തന്നെ അവൻ കുറച്ച് വിത്തുകൾ വാങ്ങി. വിത്തുകൾ മുളപ്പിക്കാൻ പറ്റിയ ട്രേയും പിന്നെ കുറേ വലുതും ഇടത്തരവുമായ ഗ്രോ ബാഗുകളും ചകിരിച്ചോറും ജൈവവളവും കൃഷിക്ക് പറ്റിയ പണിയായുധങ്ങളും അവൻ വാങ്ങിക്കൂട്ടി. പാറു വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ കേൾക്കുന്നില്ല. ബില്ല് പേ ചെയ്ത് അവിടെ നിന്നിറങ്ങി. വാങ്ങിയതെല്ലാം ഡിക്കിയിൽ വയ്ക്കാൻ അവിടുത്തെ ജോലിക്കാർ അവനെ സഹായിച്ചു. ഇതെല്ലാം കണ്ട് അവൾക്ക് അത്ഭുതമായിരുന്നു. ഈ സാധനങ്ങളൊക്കെ വേണമെന്ന് എങ്ങനെ അറിയാം? അവൾ ചോദിച്ചു. നിന്റെ വീട്ടിൽ ഇതൊക്കെ ഞാൻ കണ്ടിരുന്നു. അവിടെയുള്ള ആയുധങ്ങൾ ഒക്കെ തുരുമ്പിച്ച് തുടങ്ങിയില്ലേ? അതാ പുതിയത് വാങ്ങിയത്, അവൻ പറഞ്ഞു. പിന്നെ നാളെ വീടിൻ്റെ തറ നിറയ്ക്കാനുള്ള മണ്ണ് വരും. ആവശ്യമുള്ള മണ്ണ് അവിടെ നിന്ന് എടുത്തോ, അവൾ മൂളി. ആദി എന്തു കാര്യത്തിലും തൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് അവൾക്ക് മനസ്സിലായി.